നമസ്കാരം. പീപ്പിൾ ഗെറ്റ് ദ ഗവൺമെന്റ് ദി ഡിസേർവ്. തോമസ് ജെഫേഴ്സൺ അമേരിക്കയുടെ ഫൗണ്ടിംഗ് ഫാദറാണ്. ജനങ്ങൾക്ക് അവർ അർഹിക്കുന്ന നേതാവിനെയാണ് ലഭിക്കുന്നതെങ്കിൽ ഇന്നത്തെ ഏറ്റവും മോശം ജനത അമേരിക്ക മാത്രമായിരിക്കും. പക്ഷെ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. കാരണം അമേരിക്കയിലെ എല്ലാവരും കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു വ്യക്തിയൊന്നുമല്ല അദ്ദേഹം. ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേമിൽ മാത്രം ജയിച്ച ആള്. പക്ഷേ ഈ പറയുന്ന ടെക്നിക്കൽ ഭൂരിപക്ഷത്തിന്റെ വിവരമില്ലായ്മയുടെയും അല്ലെങ്കിൽ അവരുടെ വിഭാഗീയ ചിന്തയുടെയും ഫലം അമേരിക്കൻസ് മാത്രമല്ല അനുഭവിക്കുന്നത്, ലോകം മുഴുവൻ അനുഭവിക്കുകയാണ്. ട്രംപിനെ അനുകൂലിച്ചവരിൽ കൂടുതലും വിഭാഗീയ ചിന്താഗതിക്കാർ തന്നെയായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് ട്രംപ് വന്നാൽ ഇസ്ലാമിനെ പരിപൂർണമായി ഒതുക്കും, കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും എന്ന് വിശ്വസിച്ച കുടിയേറ്റക്കാർ. ഇന്ത്യയിലെ മൈ ഫ്രണ്ടാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് വിശ്വസിച്ചിരുന്ന മറ്റു പലര്. പക്ഷെ ഒന്നോർക്കുക, ലോകത്ത് ട്രംപ് ഏറ്റവും മോശമായി പെരുമാറുന്നത് ഇന്ത്യക്കാരോടാണ്. ഇല്ലീഗൽ ഇമ്മിഗ്രൻസ് എന്ന പേര് പറഞ്ഞ് കയ്യും കാലും കെട്ടി സാധാരണ വിമാനത്തിൽ പോലും കയറ്റാതെ യുദ്ധവിമാനത്തിൽ നിലത്തിരുത്തി 20 മണിക്കൂർ നരകയാതന അനുഭവിപ്പിച്ച് വെള്ളവും ഭക്ഷണവും നിഷേധിച്ച് പ്രാഥമിക കർത്തവ്യങ്ങൾ പോലും നിർവഹിക്കാൻ അനുവദിക്കാതെ ഇന്ത്യൻ എയർപോർട്ടുകളിൽ കൊണ്ട് തള്ളി ഇറക്കി വിട്ടു. ഇതിനെതിരെ നമ്മുടെ നേതാക്കന്മാർ ചോദിച്ചോ? ഇല്ല, കാരണം ഭയമായിരുന്നു. പക്ഷേ കൊളംബിയ, മെക്സിക്കോ എന്നീ ചെറിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ദുർബല രാജ്യങ്ങൾ നട്ടലോടെ പെരുമാറി. മെക്സിക്കോയിലെ വനിതാ ഭരണാധികാരി പറഞ്ഞു, ഞങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഞങ്ങൾ തന്നെ ഫ്ലൈറ്റ് അയക്കും. ദുർബലരായ കൊളംബിയ പറഞ്ഞത് ഇങ്ങനെയാണ്, യുദ്ധവിമാനം ഞങ്ങളുടെ എയർ സ്പേസിൽ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല, വെടിവെച്ചിടും. നേപ്പാൾ, ചെറിയ നേപ്പാൾ പോലും ചാർട്ടേഡ് ഫ്ലൈറ്റാണ് സ്വന്തം പൗരന്മാരെ തിരിച്ചു കൊണ്ടുവന്നത്. നമ്മുടെ നേതാക്കന്മാർ ഒന്നും ചെയ്തില്ല, കാരണം അവർക്ക് ട്രംപിനെ ഭയമായിരുന്നു. മൃഗങ്ങൾക്ക് കിട്ടുന്ന നീതി പോലും നമ്മുടെ പൗരന്മാർക്ക് കിട്ടിയില്ല. പക്ഷേ നമ്മുടെ ആളുകൾ അമേരിക്കയിൽ ഇരുന്ന് പറഞ്ഞു, ബ്ലഡി ഇല്ലീഗൽ ഇമിഗ്രൻസ്. ഇനി ട്രംപ് ഒരു പ്രചരണ റാലിയിൽ വെടിയേൽക്കാതെ രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ്. അപ്പോഴും അവിടുത്തെ ആളുകൾ പാറ്റേൺ കണ്ടെത്തി. മലയാളികൾ ഉൾപ്പെടെ ദൈവത്തിന്റെ പരമമായ കാരുണ്യം കൊണ്ടാണ് അത്രേ അദ്ദേഹം വെടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ നിശ്ചയം. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ദൈവമേ ട്രംപിന്റെ പുറകിലുള്ള ആൾക്ക് വെടിയേൽക്കാതെ അങ്ങ് രക്ഷിക്കാഞ്ഞത്? അതിനുശേഷം ട്രംപും ഇറാൻ ആർമിയും ഇസ്രായേലിന്റെ ആർമിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട റോക്കറ്റുകൾ കൊണ്ടും ബോംബുകൾ കൊണ്ടും ആളുകളും കുഞ്ഞുങ്ങളും പാവങ്ങളും മരിച്ചപ്പോൾ അങ്ങെന്താണ് രക്ഷപ്പെടുത്താഞ്ഞത്? അതിന് ദൈവത്തിന് കൃത്യമായ മറുപടിയുണ്ട്. അതിലൊരു ത്രില്ലില്ല. ഇറാനുമായി ഒരു വട്ടമേശ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രംപ് പറഞ്ഞു, ഞാനൊരു വീഡിയോ വലിച്ചിട്ട് വരാം. അദ്ദേഹം പുറത്തുപോയി ആയത്തുള്ള ഖമനയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മുഴുവൻ കൊന്നുകളഞ്ഞു. അപ്പോഴും അമേരിക്ക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യം തന്നെയാണ്, നന്മയുടെ പ്രതീകമാണ്. ഇനി ഇതേ പണി ഇറാനായിരുന്നു ചെയ്തുവെങ്കിലോ? വൈറ്റ് ഹൗസിലേക്ക് ടെഹ്റാനിൽ നിന്നൊരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിടുകയും വൈറ്റ് ഹൗസ് മുഴുവൻ തകർന്ന് തരിപ്പണമാകുകയും അവിടെ നമ്മുടെ ട്രംപ് അണ്ണനും കുടുംബവും മരിച്ചിരുന്നെങ്കിലോ? അപ്പോൾ അത് ഇസ്ലാമിക ഭീകരവാദമായി ഇറാൻ എന്ന് പറയുന്ന ഏകാധിപത്യ രാജ്യത്തെ തകർക്കണമെന്നാവും. അങ്ങനെ ഇനി ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ദൈവത്തിന്റെ സ്വന്തം കാവലാളിനെ എടുത്താൽ അധികാരത്തിൽ നിന്നിറങ്ങിയാൽ അയാളെ ഉടൻ പിടിച്ചകത്താക്കുമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അഴിമതി ആരോപണങ്ങൾ ഒരുപാടുണ്ട്, യുക്തകുറ്റങ്ങളുമുണ്ട്. ട്രംപ്, ബെഞ്ചമിൻ നെതന്യാഹു ഈ രണ്ട് കടൽ കിഴവന്മാരുടെ ഭ്രാന്തിനു വേണ്ടി അമേരിക്കൻ ജനത മുണ്ടുമുറുക്കി ഉടുക്കണം. അവരുടെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കണം. ടാക്സ് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്തിനാണെന്നറിയോ? അന്യനാട്ടിൽ പോയി ആരെയൊക്കെയോ കൊല്ലാൻ, സ്വന്തം ജനതയെ കൊലയ്ക്ക് കൊടുക്കാൻ. ഇയാളാണ് ലോക നേതാവ്. ഇത്രയും മണ്ടൻ ജനത വേറെയുണ്ടോ? ഇത്രയും മണ്ടൻ ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യമുണ്ടോ? ലോകത്തെല്ലായിടത്തും പോയി അമേരിക്ക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷെ അവർക്ക് തീവ്രവാദ രാഷ്ട്രം എന്ന പേരില്ല. കാരണം ഇസ്ലാം ചെയ്യുമ്പോൾ മാത്രമേ അത് തീവ്രവാദമാവുള്ളൂ. അഫ്ഗാനിസ്ഥാനിൽ 20 വർഷം യുദ്ധം നടത്തി. എന്തിന്? താലിബാനെ നീക്കി താലിബാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈ യുദ്ധം എന്തിനാണ് ട്രംപ് ചെയ്യുന്നത്? ഇപ്പോൾ ട്രംപ് പറയുന്ന ഒരു കാരണമാണ് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടിയാണ് യുദ്ധമെന്ന്. യുദ്ധത്തിന് മുമ്പ് ആ കടലിടുക്ക് തുറന്ന് തന്നെയായിരുന്നു, അത് ഇന്റർനാഷണൽ വാട്ടേഴ്സ് ആയിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ ഇറാന് പൂർണ്ണമായും റഷ്യയുടെയും ചൈനയുടെയും ശാസ്ത്ര സാങ്കേതിക സഹായം ലഭിക്കുന്നുണ്ട്, ആയുധ സഹായവും ലഭിക്കുന്നുണ്ട്. ഇനിയും വരാൻ പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന ഓരോ കപ്പലിനും കൃത്യമായ ചുങ്കം അല്ലെങ്കിൽ ടോൾ കൊടുക്കേണ്ട അവസ്ഥ. അതിലൊരു നല്ല വിഹിതം ചൈനയ്ക്ക് ലഭിക്കും. സൂയിസ് കനാൽ ഈജിപ്ത് എങ്ങനെയാണോ നാഷണലൈസ് ചെയ്തത്, അതുപോലെ ഇറാനും ഹോർമൂസ് കടലിടുക്ക് സ്വന്തമാക്കും. വെനസ്വേലയിൽ പോയി അവരുടെ ഭരണാധികാരിയെ പിടിച്ച് ജയിലിലാക്കി എണ്ണ മുഴുവൻ അടിച്ചെടുത്തപ്പോൾ ചൈനയൊന്നും മിണ്ടിയില്ല. ചൈനയ്ക്ക് നഷ്ടമുണ്ടാകാഞ്ഞിട്ടല്ല, പക്ഷേ അവർ മിണ്ടിയില്ല. കാരണം അത് അമേരിക്കയുടെ വീട്ടുമുറ്റമാണ്. പക്ഷേ ചൈനയുടെ വീട്ടുമുറ്റത്ത് വന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെ യുദ്ധം ചെയ്തപ്പോൾ ഇത് ഞങ്ങളുടെ മുറ്റമാണ്, ഞങ്ങൾ ഭരിക്കുമെന്ന അവസ്ഥയായി. ഓർക്കുക, സർക്കാർ സർവീസുകളിൽ നിന്നെല്ലാം തന്നെ ഒരു 58 വയസ്സ് 60 വയസ്സ് മുതൽ 65 വയസ്സാകുമ്പോൾ റിട്ടയർ ചെയ്യും. മിക്ക രാജ്യത്തും അങ്ങനെ തന്നെയാണ്. 75 വയസ്സ് കഴിഞ്ഞിട്ടും 80 വയസ്സ് കഴിഞ്ഞിട്ടും ഇനിയൊരു അംഗത്തിന് ഞങ്ങൾക്ക് ബാല്യമുണ്ടേ എന്നും പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുന്നവരെ
അടുത്ത തലമുറ വലിച്ചു താഴെ ഇറക്കുക തന്നെയാണ് വേണ്ടത്. കാരണം ഈ കടൽ കിഴവന്മാരുടെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും എല്ലാം കഴിഞ്ഞു. ഇനി എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുകൾ മാത്രം നടത്തിയാൽ മതി. അല്ലാതെ ബാക്കിയുള്ള ജനങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ അവരെ ആ കസേരയിൽ പിടിച്ചിരുത്താതിരിക്കുന്നതാണ് നല്ലത്.